Okay students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോട്ടായിട്ട് നോട്ട്ബുക്കിൽ എഴുതി അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സാപ്പിൽ ഇടുക. നോട്ട് കാണണം. അപ്പോൾ ഹോംവർക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു, അത് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻസ് നമ്മളൊന്നുകൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്നു, അന്നൊന്ന് തന്നെ പഠിക്കുക. പിന്നെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പാടായിരിക്കും, കൂടെ പഠിച്ചു പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ a circle is drawn with a line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. Okay, അതായത് രണ്ട് സർക്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പടം. ക്വസ്റ്റ്യനിൽ തന്നെ പടം തന്നിട്ടുണ്ട്. അപ്പം 2 സർക്കിൾസ് ഉണ്ട്. അപ്പം സർക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളും ആ ചെറിയ സർക്കിളും. അപ്പം തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് AB ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് C എന്ന് കൊടുക്കാം. അപ്പം ഈ C ആണ് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ABയുടെ പകുതിയാണ് AC എന്ന് പറയുന്നത്. അതായത് വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 സർക്കിളിനും ഇതിൻ്റെ അകത്ത് വലിയ സർക്കിളിൽ ഒരു കോഡ് വരച്ചാൽ, ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൻ്റെ അകത്തൊരു കോഡ് വരച്ചാൽ, അതായത് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് C കൊടുത്തു AD എന്ന് പറയുന്ന കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡിനെ ഈ സർക്കിള് ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിനെ നമുക്ക് ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് കൊടുത്താൽ ഈ APയും PD-യും ഈക്വൽ ആണെന്ന് തെളിയിക്കുക. അതായത് AD എന്ന് പറയുന്ന കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സമഭാഗം ചെയ്യുക എന്ന് പറയും. സമഭാഗം ചെയ്യുന്ന പറഞ്ഞാൽ 2 ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞാൽ APയും PD-യും ഈക്വൽ ആണെന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഈ APയും PD-യും ഈക്വൽ ആണെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം നമ്മൾ പ്രൂവ് ദാറ്റ് ഒരു ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റിലേ തുടങ്ങുകയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ചോദിക്കുന്നതെല്ലാം പ്രൂവ് ദാറ്റാണ്. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പടം വരയ്ക്കാനുള്ളത് കൊണ്ട് ഇപ്പം പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. AB എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ, അതുപോലെ AC എന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ, AD എന്ന് പറയുന്നത് കോഡ്, അപ്പോൾ P എന്ന് പറയുന്നത് അവിടെ ആ സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ Pയിൽ നിന്ന് Cയിലോട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, Pയിൽ നിന്ന് Cയിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? ജോയിൻ PC, Pയും Cയും കൂടെ ജോയിൻ ചെയ്തു. അതുപോലെ ഈ Bയും Dയും കൂടെ തമ്മിലും ജോയിൻ ചെയ്യുക. ഓക്കെ, Bയും Dയും തമ്മിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ PC ആൻഡ് BD. അപ്പം PCയും BDയും ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2 ട്രയാങ്കിൾസ് ഉണ്ടായി. ABDയും ACPയും. ഓക്കെ, 2 ട്രയാങ്കിൾസ് ആണ്. ABD എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും APC എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാങ്കിളും ഉണ്ടായി. ഈ 2 ട്രയാങ്കിളെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ADB ആൻഡ് ട്രയാങ്കിൾ APC. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ 2 ട്രയാങ്കിൾ നോക്കുക, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. APC എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിൾ, ADB എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്
9ാം ക്ലാസ്സിൽ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് സംഭവം സദൃശ ത്രികോണങ്ങൾ മലയാളത്തിൽ. അപ്പം അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈക്വലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പി എന്ന് പറയുന്ന ഈ ആംഗിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയും? ഈ പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. കാരണം ഈ ചെറിയ സർക്കിളിലുള്ള ആംഗിളാണ് ആര് പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ചെറിയ സർക്കിളിലുള്ള ആംഗിൾ ഇത്രയും, അപ്പോൾ സർക്കിളിലാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ വലിയ സെമി സർക്കിളിലെ ആംഗിളാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടത്തെ ആംഗിൾ 90 ഡിഗ്രി, ഇവിടത്തെ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ എ പി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി. ഈ രണ്ട് ആംഗിൾ അതിൻ്റെ സെയിം ആവാനുള്ള കാരണം എന്താണ്? ആംഗിൾസ് ഓൺ സെമി സർക്കിൾ. ആംഗിൾസ് ഓൺ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസ് ഈക്വലായി. ഇനി ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ആംഗിൾ എ. ഓക്കെ, അതുപോലെ തന്നെ ഈ വലിയ ട്രയാങ്കിളിൻ്റെയും ഒരു ആംഗിളാണ് ആര്? ആംഗിൾ എ. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ എഴുതാം, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. രണ്ടുപേർക്കും കോമൺ ആയിട്ട് ആരുണ്ട്? ആംഗിൾ എ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾക്ക് കാരണം എഴുതാൻ അറിയാം, എന്താണ്? കോമൺ ആംഗിൾ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമിലർ ട്രയാങ്കിൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവുകയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? എ സിമിലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവാനായിട്ട് അതിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. വേറെ ഏതൊക്കെയുണ്ട്? സൈഡ്സുകൾ 3 പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. രണ്ട് സൈഡ് പ്രൊപ്പോർഷണൽ ആവുകയും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഈക്വൽ ആവുകയും ചെയ്താൽ സിമിലർ ആകും. അങ്ങനെ കുറേ തിയറംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ട്രയാങ്കിൾസ്, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ച് 8ാം ക്ലാസ്സിലും സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച് 9ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഓക്കെ, therefore triangle ADB and triangle APC are similar. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ സൈഡ്സ് പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്തോ? ഒരു പെയർ ഓഫ് സൈഡിൻ്റെ ബന്ധം എന്താണോ അത് തന്നെ ആയിരിക്കും അടുത്ത പെയറിൻ്റെ ബന്ധവും. ഓക്കെ, അതായത് നമുക്കറിയാം എ സി എന്ന് പറയുന്നത് എന്താണ്? എ സി എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയാണ്. ഓക്കെ, അതായത് സി എന്ന് പറയുന്നത് ആരുടെ മിഡ് പോയിന്റാ? എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സിയും ബി സിയും ഈക്വൽ ആവത്തില്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വലുതിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലാരിറ്റി അനുസരിച്ച് therefore പി എന്ന് പറയുന്നത് ആരുടെ മിഡ് പോയിന്റ് ആവും? ഈ എ ഡിയുടെ മിഡ് പോയിന്റ് ആവും. അപ്പം പി എന്ന് പറയുന്നത് എ ഡിയുടെ മിഡ് പോയിന്റ് ആവും. അതായത് എ പി ഈസ് ഈക്വൽ ടു പി ഡി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിൻസ് സി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ പി, പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് P is the midpoint of AD. C is the midpoint of, since C is the midpoint of AB, then P is the midpoint of AD. അപ്പം C എന്ന് പറയുന്ന എ ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ ഡിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും പി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആവുകയാണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മധ്യം. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയിരിക്കും. therefore നമുക്ക് എന്തെഴുതാൻ പറ്റും? എ പി ഈസ് ഈക്വൽ ടു
പി ഡി എന്ന് എഴുതാൻ പറ്റും. ഫോർ എ പി ഈസ് ഈക്വൽ ടു പി ഡി. അപ്പോൾ എ പിയും പി ഡിയും ഈക്വൽ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? ഈ ചെറിയ സർക്കിള് വലിയ സർക്കിളിലെ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പം ചെറിയ സർക്കിളാണ് ഈ എ സി ഡയമീറ്ററുള്ള ഈ സർക്കിൾ, വലിയ സർക്കിളിലെ കോഡാണ് എ ഡി. അപ്പം അതിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് പി. അപ്പം നമുക്ക് കിട്ടിയ എന്തുവാ? എ പി ഈസ് ഈക്വൽ ടു പി ഡി. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ എ ഡി എന്ന് പറയുന്ന പോയിന്റിനെ എന്ത് ചെയ്യുന്നു? ചെറിയ സർക്കിള് ബൈസെക്ട് ചെയ്യുന്നു. ദെയർഫോർ അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ലാസ്റ്റിൽ ആ ലൈനും എഴുതി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതെങ്കിൽ ലാസ്റ്റ് എഴുതിയാൽ മതി. അതായത് എന്തോന്ന് എഴുതാം? Therefore, the small circle bisect the chord. The small circle bisect the chord. Okay, ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക, വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, അത് വായിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 decimal places ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി സർക്കിൾ ഇൻ ദി പിക്ചർ. വേറെ ഒന്നുമില്ല, അത് പ്രത്യേകിച്ച് ഒരു സെസ്ക്വയറിൻ്റെ പടമൊക്കെ വെച്ചിട്ട് അത് കാര്യമാക്കണ്ട, അത് വലിയ കാര്യമൊന്നുമില്ല, അത് ചോദിക്കത്തൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് പറയാം. ഒരു സർക്കിള്, അതിൻ്റെ അകത്ത് സെസ്ക്വയർ വെച്ചേക്കുന്ന പടം കാണിച്ചിരിക്കുന്നു പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിന് ആ ഒരു ആംഗിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സെസ്ക്വയറിൽ നമുക്കറിയാം സെസ്ക്വയറിൽ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ സെസ്ക്വയർ വെച്ചിട്ട് അതിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് വന്നിട്ട് 3ഉം മറ്റേ സൈഡിൽ 6ഉം ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പടം വന്നേക്കുന്നത്. ഇങ്ങനെ സെസ്ക്വയർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ അതായത് ഇവിടുത്തെ അളവെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അളവെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ ആയാലും പെരിമീറ്റർ ആയാലും കണ്ടുപിടിക്കാൻ റേഡിയസ് വേണം. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? സെസ്ക്വയർ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ സെസ്ക്വയറിൻ്റെ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയാം? 90 ഡിഗ്രി ആയിരിക്കും എന്നറിയാം. ഓക്കെ, അപ്പോൾ അവിടെ 90 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ ഈ രണ്ടറ്റം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിന് എന്ത് പേര് പറയും? ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. കാരണം ഡയമീറ്റർ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ 90 ഡിഗ്രി വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഡയമീറ്റർ. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുത്തേക്കാം ABC. അപ്പോൾ ABC-യിൽ ആ AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആകും. അപ്പം ഈ AB കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പോൾ AB കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? AB കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ AB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കിട്ടുന്നതായിരിക്കും ഡയമീറ്റർ. ആ ഡയമീറ്ററിൻ്റെ പകുതി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പകുതി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? റേഡിയസ് കിട്ടും. ആ റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യും? റേഡിയസ് വെച്ചിട്ട് πr² 2πr കൊടുത്തിട്ട് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഇതിന് എന്താണ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്താണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. കാരണം എന്താണ്? നമ്മളെ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സുകാർക്കൊന്നും എന്ത് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. എന്നാലും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് AB = നമുക്ക് അറിയാം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ √(base² + altitude²) 3a² + 6a². ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? √3ന്റെ സ്ക്വയർ 9, 6ന്റെ സ്ക്വയർ 36. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? √45 എന്ന് വരും. 45. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യും, ഇതാണ് സംഭവം. റൂട്ട് 45 എ ബി എന്ന് പറയുന്നത്. ഈ റൂട്ട് 45 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 × 5 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് എഴുതാം, 3√5 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ റൂട്ട് 5ൻ്റെ വില നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ ഈ 3√5/2 അവിടെ കിട്ടുന്ന വില എന്താണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റേഡിയസ് കിട്ടും. ആ റേഡിയസ് ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, πr². ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ കിട്ടും. ഇനി പെരിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 2πr, ആ വില എടുത്തുകൊണ്ട് വന്ന് 2πr കൊടുത്തു കഴിഞ്ഞാൽ പെരിമീറ്ററും കിട്ടും. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം ആ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ വില കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയും കിട്ടും. ഓക്കെ, അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല, അത് പരീക്ഷയിൽ ചോദിക്കത്തൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി അടുത്തത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameter through A. Prove ചെയ്യാനുള്ളത്, ഒന്ന്, prove that P, B, Q lie on a line. 2, prove that PQ is parallel to the line joining the centers of the circles and is twice as long as this line. ഓക്കെ, അപ്പോൾ അതിനൊരു പടമുണ്ട്, ആ പടം നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ 2 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, പടം കണ്ടല്ലോ. അപ്പം പടത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ് 2 സർക്കിൾസ് ഉണ്ട്. ആ 2 സർക്കിൾസ് പരസ്പരം കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ് എയും ബിയും. ഓക്കെ, സർക്കിൾസ് പരസ്പരം ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എയും ബിയും. ഓക്കെ, അപ്പോൾ എയിൽ നിന്നുള്ള ആ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് എ പി. ഓക്കെ, ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എ പിയും വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എ ക്യൂവും ആണ്. ഓക്കെ, എ പി എന്ന് പറയുന്ന ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ, എ ക്യൂ എന്ന് പറയുന്ന വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. അതായത് ഈ പിയും ബിയും ക്യൂ ഈ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതവിടെ ആയിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾസ് ആൻഡ് ടോയ്സ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. പിന്നെ രണ്ടാമത്തേതാണ് പി ക്യൂ എന്ന് പറയുന്നത് ലൈൻ ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വരയുടെ പാരലാണെന്നും അതിൻ്റെ ഇരട്ടിയാണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ബി ക്യൂ, പിയും ബിയും ക്യൂവും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പിയും ബിയും ക്യൂവും എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ അത് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിനെ 3നെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പം പിയും ബിയും ക്യൂവും അപ്പം വരച്ചപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാൻ പറ്റില്ല. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അത് പ്രൂവ് ചെയ്യണം. അപ്പം പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇവിടെ ഈ ബിയും എയും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യും. പിയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യും. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യും. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഈ എ പി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പം ആ ഡയമീറ്ററിൽ ഈ ചെറിയ സർക്കിളിലെ പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എന്താ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എഴുതുന്നു ജോയിൻ
എ ബി, എയും ബിയും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ആംഗിൾ എ ബി പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടി. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ ഓൺ സെമി സർക്കിൾ. ഈ ചെറിയ സെമി സർക്കിൾ ആംഗിൾ അല്ലേ അത്? എ ബി പി എന്ന് പറയുന്നത് സെമി സർക്കിളിലുള്ള ആംഗിളാണ്. അപ്പോൾ അതാണ്ട് അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇവിടത്തെ ഈ ആംഗിൾ, അതും എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് എ ബി ക്യൂ എന്ന് പറയുന്നത്, അത് വലിയ സെമി സർക്കിൾ ആംഗിൾ അല്ലേ? ആ വലിയ സർക്കിളിൻ്റെ അകത്തുള്ളൊരു പോയിന്റ് അല്ലേ ബി എന്ന് പറയുന്നത്? അപ്പോൾ അവിടെയും എത്ര ഡിഗ്രി വരും? ഓക്കെ, എത്ര ഡിഗ്രി വരും? അവിടെയും 90 ഡിഗ്രി വരത്തില്ലേ? അപ്പോൾ ആംഗിൾ എ ബി ക്യൂ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. അപ്പോൾ അവനെ നമുക്ക് എന്തോ വിളിക്കാം? അതിന് കാരണമായിട്ട് ആംഗിൾ ഓൺ സെമി സർക്കിൾ. ഓക്കെ, എ ബി ക്യൂ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആംഗിൾ ഓൺ സെമി സർക്കിൾ എന്ന് വരും. ഓക്കെ, അപ്പം അത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തു. കിട്ടി, നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? ആംഗിൾ എ ബി പി പ്ലസ് ആംഗിൾ എ ബി ക്യൂ ഈസ് ഈക്വൽ ടു 90 പ്ലസ് 90 ഈസ് ഈക്വൽ ടു എത്ര? 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടും. ആ 180 ഡിഗ്രി കിട്ടുന്നത് എന്തിനാണ്? ഒരു 180 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിളാണ്. എന്തെന്ന് പറയുന്നത്? 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രി, അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ദെയർഫോർ നമുക്ക് എന്ത് കിട്ടും? ദെയർഫോർ പി ബി ക്യൂ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ 3 പോയിന്റും ഒരേ ലൈനിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തോ എഴുതാം? അപ്പോൾ ദെയർഫോർ പി കോമ ബി അല്ലെങ്കിൽ പി ബി ക്യൂ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. പി ബി ക്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിച്ചു? സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് തെളിയിച്ചു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇവിടെ ആദ്യം നമ്മൾ എ ബി ജോയിൻ ചെയ്തു. എ ബി ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ എത്ര ഡിഗ്രി കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ ഇപ്പുറത്തും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ആ രണ്ടും 90 ഡിഗ്രിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓൺ സെമി സർക്കിളാണ്. അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. 180 ഡിഗ്രി കിട്ടുന്നത് എന്ത് ആംഗിളാണ്? എന്തിനാണ്? സ്ട്രെയിറ്റ് ലൈനാണ് 180 ഡിഗ്രി കിട്ടുന്നത്. അതുകൊണ്ട് പി ബി ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ, പി ക്യൂ ഉണ്ടല്ലോ, പി ക്യൂ എന്ന് പറയുന്ന ലൈൻ, ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരയുടെ, അതായത് ഇതിന് സെൻറ്ററുകൾ ഒന്നും തന്നിട്ടില്ല, നമ്മൾ അതിനെ സെൻറ്ററുകൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതക്ഷരം കൊടുക്കാം? പി ക്യൂ കൊടുത്തു, എ ബി ഉണ്ട്. അപ്പോൾ നമുക്ക് സി ഡി കൊടുക്കാം. ചെറുതിൻ്റെ സെൻറ്ററായിട്ട് സിയും വലുതിൻ്റെ സെൻറ്ററായിട്ട് ഡിയും കൊടുക്കാം. അപ്പം ഈ സിയും ഡിയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ സെൻറ്ററുകൾ ജോയിൻ ചെയ്ത ലൈനാണ് സി ഡി. അപ്പോൾ സി ഡി എന്ന് പറയുന്ന വര, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സി ഡി എന്ന് പറയുന്ന വര എ പി ക്യൂ എന്ന് പറയുന്ന ഈ വരയുടെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ അതിന് പാരലാണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് തെളിയിച്ചാൽ മതി? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾ വരുന്നത്? ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എ പി ക്യു. ഓക്കെ, ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എ പി ക്യു എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഈ ആംഗിൾ എ ഉണ്ട്. ഓക്കെ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ഓക്കെ, അപ്പം ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. ഓക്കെ, അപ്പം സി എന്ന് പറയുന്നത് എ പിയുടെ മിഡ് പോയിന്റ് ആണ്, അതായത് സെൻറ്റർ ആണ്. അതുപോലെ ഡി എന്ന് പറയുന്നതും ആരുടെ മിഡ് പോയിന്റാ? എ ക്യൂവിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പം മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, അതായത് ഈ എ സി ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എ സി ബൈ എ പി ഈസ് ഈക്വൽ ടു എ ഡി ബൈ എ ക്യു ആയിരിക്കും. അതായത് ഈ എ സി എന്ന് പറയുന്നത് എ പിയുടെ പകുതിയാണ്, അതുപോലെ എ ഡി എന്ന് പറയുന്നത് എ ക്യുവിൻ്റെ പകുതിയാണ്. ഓക്കെ, എ സി എന്ന് പറയുന്നത് എ പിയുടെ പകുതി, എ ഡി എന്ന് പറയുന്നത് എ ക്യുവിൻ്റെ പകുതി. അതപ്പോൾ അവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെയർഫോർ ഈ ട്രയാങ്കിൾസ് രണ്ടും എന്താവും? സിമിലർ ആവും. ദെയർഫോർ ദി ട്രയാങ്കിൾസ് ആർ സിമിലർ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾസ് രണ്ടും സിമിലർ ആയിട്ട് വന്നു. ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിലെ സൈഡാണ് എ സി. എ സി ആരുടെ പകുതി? എ പിയുടെ പകുതി. എ ഡി ആരുടെ പകുതി? എ ക്യുവിൻ്റെ പകുതി. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സി ഡി, മൂന്നാമത്തെ സൈഡായിട്ടുള്ള സി ഡി എന്ന് പറയുന്ന ആരുടെ പകുതി ആയിരിക്കും? പി ക്യുവിൻ്റെ പകുതി ആയിരിക്കും. ദെയർഫോർ സി ഡി ഈസ് ഹാഫ് ഓഫ് പി ക്യു. ഓക്കെ, അതുപോലെ ഈ സി ഡി എന്ന് പറയുന്നത് ആരുടെ പകുതിയായി? പി ക്യുവിൻ്റെ പകുതിയായി. പിന്നെ അതോടെ ഒന്നുകൂടെ ഉണ്ടായിരുന്നത് എന്താണ്? അതിന് പാരലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേറെ നമ്മൾ 9ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ട്രയാങ്കിളിലെ രണ്ട് മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും എന്നൊരു തിയറം നമ്മൾ 9ൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സിയും ഡിയും മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സി ഡി എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കും? ആ പി ക്യുവിന് പാരലായിരിക്കും. ആൽസോ, അപ്പം നമുക്ക് എന്തെഴുതാം? ആൽസോ സിൻസ് സി ആൻഡ് ഡി ആർ മിഡ് പോയിന്റ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു, therefore CD is parallel to PQ. CD is parallel to PQ. ഓക്കെ, ഇതാണ് സംഭവം. നമുക്കൊന്നുകൂടെ പറയാം ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഏതൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾ? എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളും. ഓക്കെ, എ സി ഡിയും എ പി ക്യുവും രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ സിമിലർ ആണെന്ന് തെളിയിക്കാൻ പോവാണ്. അപ്പോൾ സിമിലർ ആണെന്ന് തെളിയിക്കാനായിട്ട് ആംഗിൾ എ എന്ന് പറയുന്ന രണ്ടുപേർക്കും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെഴുതി. പിന്നെ ഈ സി എന്ന് പറയുന്ന ആരുടെ മിഡ് പോയിന്റ് ആണ്? എ പിയുടെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ ഡി എന്ന് പറയുന്നത് എ ക്യുവിൻ്റെ മിഡ് പോയിന്റ് ആണ്. അപ്പം നമുക്കറിയാം ആ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര മൂന്നാമത്തെ ലൈനിന് എന്തായിരിക്കും? പാരലായിരിക്കും. അങ്ങനെ പാരലായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ റേഷ്യോസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ റേഷ്യോസ് സെയിം ആകുമ്പോൾ ഈ ട്രയാങ്കിൾസ് ഈക്വലായി. അപ്പോൾ ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഇവിടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിയാണ്. ഓരോ വലിയ ട്രയാങ്കിളിൻ്റെ പകുതിയാണ് ചെറിയ ട്രയാങ്കിളിലെ സൈഡുകൾ. ഓക്കെ, വലിയ ട്രയാങ്കിളിലെ സൈഡുകളുടെ ഓരോന്നിൻ്റെയും പകുതിയാണ് ചെറിയ ട്രയാങ്കിളിലെ സൈഡ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും നമുക്ക് വേണ്ടിയിട്ടുള്ളത് സി ഡിയും പി ക്യു ആണ്. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? പി ക്യുവിൻ്റെ പകുതിയാണെന്ന് കിട്ടും. അതുപോലെ തന്നെ അത് രണ്ടും മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അതെന്തായിരിക്കും? പാരലലും ആയിരിക്കും. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇത്ര ഒന്ന് ജസ്റ്റ് നോക്കുക. അതിൻ്റെ അത് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഒന്നുകൂടെ ഒന്ന് വീട്ടിലിരുന്ന് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതി ആൻസർ സ്വന്തമായിട്ട് ചെയ്യുക. ഞാൻ ഇപ്പം നമ്മൾ ചെയ്തത് നോട്ടായിട്ട് തന്നെ എഴുതുക. നമ്മൾ ബോർഡിൽ ചെയ്തിട്ടേക്കുന്ന സാധനങ്ങളെല്ലാം നോട്ടായിട്ട് തന്നെ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് ആൻസർ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം നോട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ.